എവറി ഇയർ 1 lakh വെച്ചിട്ട് സാർ. ആ ആ അപ്പോ അതിലിപ്പോ ഫസ്റ്റ് ഇയർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 1 lakh ഇൻവെസ്റ്റ് അതിൽ സർവീസ് ചാർജ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് 70,000-75,000 രൂപ എന്റെ പോർട്ട്ഫോളിയോ കാണിക്കുന്നുള്ളൂ. പിന്നെ തന്നെ എഫക്ട് ആക്കുമ്പോഴും ഇപ്പോൾ ടോട്ടൽ 2 lakh ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് ഓൾമോസ്റ്റ് ഇപ്പൊ മാർക്കറ്റ് ഇപ്പോ ഫ്ലക്ച്വേഷൻ ആയിട്ട് കൂടെ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്തതിനെക്കാട്ടിലും കുറവായിട്ടാണ് നിൽക്കുന്നത്. ഒരു 190, 178 ഒക്കെ വരുന്നത്. ഞാൻ വേറെ മ്യൂച്വൽ ഫണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ആ മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പൊ ഞാൻ 2 lakh ഇൻവെസ്റ്റ് ചെയ്തത് 2 lakh ഇൻവെസ്റ്റ് ചെയ്തത് എനിക്ക് ഓൾമോസ്റ്റ് 4 lakh വരുന്നുണ്ട്. 1 lakh പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ എനിക്കൊരു ഡൗട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തല്ലോ. അവരെ കൊണ്ട് എത്രയാണ് തരാൻ പറ്റുക, ആ എമൗണ്ട് തരാൻ പറ്റുക, അല്ലെ അവരുടെ ഫൈൻ ഉണ്ടാവുമല്ലോ സാർ എക്സ്പയർ ആവുന്നത് കൊല്ലത്തോളം അങ്ങനെ കോഴ്സ് ചെയ്യണോ സാർ? ഏതാ ബെറ്റർ സാർ? അല്ല ഇത് ഇപ്പൊ യൂലിപ്പ് എത്ര നാളായി തുടങ്ങിയിട്ട്? 5 വർഷമായി കഴിഞ്ഞോ? തീർച്ചയായിട്ടും എത്ര വർഷം? 3 years. 3 years. 2 വർഷം. 2 വർഷം. ഒരു കാര്യം ചോദിച്ചാല് അതെ. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് 3 വർഷം അടയ്ക്കൂ, എന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്യൂ. സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് പൈസ എടുക്കണ്ട, പൈസ അവിടെ ഇരുന്നോട്ടെ. പൈസ അവിടെ ഇരിക്കണായിരിക്കും നല്ലത്. അല്ല, ആ പൈസ എടുത്തിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇടുകയല്ലേ സാർ നല്ലത്? അല്ല ഇതിൽ നോക്കേണ്ട കാര്യം വെച്ചാല് ഇപ്പൊ അതിന്റെ അകത്ത് ഏത് ഫണ്ടിൽ ഇട്ടേക്കണം നോക്ക്. അത് കംപ്ലീറ്റ്ലി ഇക്വിറ്റി ഫണ്ട് ആണെങ്കിൽ അത് നല്ലതാണ്. കാരണം ഇപ്പൊ ഓൾറെഡി ഇനി ഇപ്പൊ നിങ്ങൾ ചെയ്തതിന്റെ പേരിൽ ഇപ്പൊ ഇനി പുതിയ ഫണ്ട് ഇടുന്നതിനെ പറ്റി എനിക്ക് വലിയ അഭിപ്രായമില്ല. പക്ഷെ ഇട്ടേക്കണ ഫണ്ട് 2 ലക്ഷം ഇട്ടിട്ടുണ്ടല്ലോ, അത് ഒരു ഗ്രോത്ത് സംഭവിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് മാറ്റാതിരിക്കുന്നത്. ഓക്കെ. അതായത് ഒരു 3 ലക്ഷം ആക്കി നിർത്താൻ പിന്നുള്ള പേയ്മെന്റ് ഒക്കെ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ചെയ്തോ. അപ്പോ ഇത് എത്ര നിർത്തിയിട്ട് എത്ര കൊല്ലത്തിന് ശേഷമാണ് അത് എടുക്കേണ്ടത്? അതിന്റെ ഗ്രോത്ത് നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും. അത് നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് എപ്പോഴാണോ നമുക്കൊരു ഒരു നല്ലൊരു ടൈം ഉണ്ടാവുന്നത് ആ സമയത്ത് എടുക്കുക. അത് നിങ്ങൾക്ക് ആ സമയത്ത് നമ്മളോട് ചോദിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം എടുക്കാൻ പറ്റിയ ടൈമാണെന്നുള്ളത്. കാരണം എനിക്ക് ഇപ്പോ എത്ര ടൈമിലെന്ന് എനിക്ക് പറയാനായിട്ടുള്ള ഒരു അങ്ങനെ ഞങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണല്ലോ. പക്ഷെ അതൊന്ന് ഞങ്ങളോട് ആ ടൈമിൽ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം ഇത് എടുക്കാൻ പറ്റും. പിന്നെ അതുകൂടാണ്ട് ഇപ്പോ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന പോർട്ട്ഫോളിയോ അയച്ചു തരണമെങ്കിൽ ആ പോർട്ട്ഫോളിയോ മതിയോ വല്ല മാറ്റം വരുത്തണം നോക്കിയിട്ട് പറഞ്ഞുതരാം. സാർ ഇപ്പൊ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിൽ എല്ലാം എനിക്ക് ഓൾമോസ്റ്റ് എക്സ്പെൻഡ് ചെയ്യാറുണ്ട്. ഓൾമോസ്റ്റ് 14%ഓളം ടോട്ടൽ SIR. മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ട്. അല്ല മ്യൂച്വൽ ഫണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത്, യൂലിപ്പിൽ എത്രയാണ് ചോദിക്കുന്നത്? യൂലിപ്പിൽ എനിക്ക് ലെസ് ആണ് സാർ. 2 lakh ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്കിപ്പോ നിൽക്കുന്നത് ഓൾമോസ്റ്റ് 190 നിൽക്കുന്നത്. ഓക്കെ. അപ്പൊ ഇനി അതില് ഗ്രോത്ത് എമൗണ്ടിനെക്കാളും ഗ്രോത്ത്. അല്ല ഞാൻ ചോദിക്കണ കാര്യം വെച്ചാല് ആ ഫണ്ടിന്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടുകൾ ഉണ്ടാവും, അതൊന്ന് ഇങ്ങോട്ട് നോക്കി അയക്കുകയാണെങ്കിൽ അത് ഓക്കെ ആണോ അല്ലേന്നുള്ളത് ഞങ്ങൾ പറഞ്ഞുതരാന്ന്. അതിൽ ഈ ഫണ്ടിന്റെ അകത്ത് തന്നെ നമുക്ക് ഫണ്ടിൽ അലോക്കേഷൻ മാറ്റാൻ പറ്റും. അത് ഞങ്ങൾ നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പൊ കാരണം ഇത് ശരിക്കും യൂലിപ്പ് നല്ല പ്ലാൻ ആണോ സാർ? അല്ല യൂലിപ്പ് നിങ്ങളൊരു യങ്സ്റ്റേഴ്സിനൊക്കെ യൂലിപ്പിനേക്കാളും നല്ലത് ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കുക, അതിട്ട് ബാക്കിയുള്ളത് മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യാനാണ് നല്ലത്. പക്ഷെ ഓരോരുത്തർക്കും യൂലിപ്പിന്റേതായ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോ അങ്ങനെ ഉപയോഗിക്കണേ നല്ലതായിരിക്കും. യൂലിപ്പിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? അതെ, യൂലിപ്പിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒന്ന് നമുക്കൊരു 10 ടൈംസ് കവറേജ് കിട്ടും. പിന്നെ അടുത്ത കാര്യം വെച്ചാല് ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നമ്മൾ അതിന്റെ ഫണ്ട് ഇപ്പൊ ഉദാഹരണം മിഡ് ക്യാപ്പിലുള്ള ഫണ്ട് മാറ്റിയിട്ട് ലാർജ് ക്യാപ്പിലേക്ക് ആക്കണം. അങ്ങനെയാണെങ്കിൽ വിറ്റിട്ട് മാറണം. അപ്പൊ അതിന് നമ്മൾ ടാക്സ് കൊടുക്കണം. പക്ഷേ യൂലിപ്പിലാണെന്നുണ്ടെങ്കിൽ ഇന്റേണൽ ട്രാൻസ്ഫർ ചെയ്യുക, അതിന് ടാക്സ് കൊടുക്കണ്ട. ഇപ്പൊ പക്ഷേ ഈ ഒരു കാരണത്താൽ യൂലിപ്പിൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ചെയ്തേക്കണതിന്റെ പേരിൽ നമുക്ക് അങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ബെറ്റർ ഓപ്ഷൻ. ഹലോ, മനസ്സിലായോ? കട്ടായതോ? ഹലോ, എങ്ങനെയുണ്ടാവും? നല്ലതാണോ സാർ ഇപ്പോ ഇൻവെസ്റ്റ് ചെയ്യാൻ?
എനിക്ക് മനസ്സിലായില്ല. മിൽക്കി മിസ്റ്റ് ഇല്ല സാർ. മിസ്റ്റേക്ക് മിൽക്കി മിസ്റ്റ് കമ്പനി അയച്ചു വേണ്ടി വന്നിട്ടുണ്ടല്ലോ. ആ അത് ഞാൻ നമ്മളതിനെ ഇന്നലെ നമ്മളതിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു. അതെ അതെ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയിട്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഒന്ന് നിങ്ങളെ വിളിപ്പിക്കാം, എന്നിട്ട് ഓഫീസിൽ വിളിച്ച് പറയിപ്പിച്ചേരാം.